നോക്കാം ഈ നിമിഷം വരെയുള്ള പ്രധാന വാർത്തകൾ ക്യാപ്സ്യൂളിലൂടെ ഒരിക്കൽ കൂടി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് ബംഗളൂരുവിലേക്ക്. ശ്രീറാംപുര ക്ഷേത്രത്തിൽ എത്തിച്ചെന്ന വിജിലൻസിന് ലഭിച്ച വിവരം. യഥാർത്ഥ സ്വർണ്ണപ്പാളി മാറ്റി മറ്റൊരു സ്വർണ്ണപ്പാളിയാണോ തിരികെ കൊണ്ടുവന്നതെന്ന് അന്വേഷിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ബംഗളൂരുവിലുള്ള സുഹൃത്തിനെയും ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ UDF. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കണമെന്ന VD സതീശൻ. പുറത്തുവരുന്നത് ശബരിമലയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാക്കാത്ത കൊള്ളയുടെ വിവരങ്ങളെന്ന ഷിബു ബേബി ജോൺ. CPMന്റെ നേതൃത്വത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച കോൺഗ്രസിന്റെ പ്രതിഷേധം. നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നാണ് ആവശ്യം. സൊസൈറ്റിയുടെ പേരിൽ കോടികൾ തട്ടിയെന്ന് ആരോപണം. NSS നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ NSS ആസ്ഥാനത്ത് എത്തിയേക്കും. നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അകൽച്ച അവസാനിപ്പിക്കാൻ. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്ന മന്ത്രി VN വാസവൻ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരികെ കൊണ്ടുവരാൻ CPI. 11 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൌൺസിൽ തീരുമാനിക്കും. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ എണ്ണം 25 ഉയർത്തി. ബീഹാർ അന്തിമ വോട്ടർ പട്ടികയിൽ വിമർശനവുമായി പ്രതിപക്ഷം. പുതുക്കിയ വോട്ടർ പട്ടിക സുതാര്യമല്ലെന്ന ആരോപണം. സെപ്റ്റംബർ 1 ശേഷം വോട്ടർ പട്ടികയിൽ 4.5 ലക്ഷത്തിലധികം പുതിയ വോട്ടർമാരെ എങ്ങനെ ഉൾപ്പെടുത്താനായെന്നാണ് ചോദ്യം. ഈ മാസം 7-ന് SIRൽ സുപ്രീം കോടതിയുടെ അന്തിമ വാദം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. 3% കൂട്ടിയത്. ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വർധന. ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളിൽ RSSനെ കുറിച്ച് പഠിക്കാൻ നീക്കം. രാഷ്ട്രനീതി എന്ന പേരിൽ പുതിയ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തുമെന്ന് ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി ആശിഷ് സൂദ്. SCERT അധ്യാപക മാനുവൽ തയ്യാറാണെന്നും റിപ്പോർട്ട്. വനിതാ ഡോക്ടറുടെ പീഡന പരാതിയിൽ റാപ്പർ വേടനെതിരെ കുറ്റപത്രം. സാമ്പത്തിക ഇടപാടുകൾക്കും പീഡനത്തിനും തെളിവുണ്ടെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഗൂഢാലോചന ഉണ്ടെന്ന വേടന്റെ കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം തുടരുന്നു. റിസർവ് ബാങ്കിന്റെ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.5% തുടരുമെന്ന RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. തീരുമാനം GST പരിഷ്കാരത്തിനു ശേഷം ആദ്യമായി ചേർന്ന ധനസമിതി യോഗം. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് പ്രിന്റു മഹാദേവ്. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു. ബോധപൂർവം ചർച്ച നടത്തിയ അവതാരക തന്നെ തേജോവധം ചെയ്തു. ചർച്ച നടത്തിയ അവതാരകർക്കും ചാനലിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രിന്റു മഹാദേവ്. രാഹുൽ ഗാന്ധിക്കെതിരായ പ്രിന്റു മഹാദേവിന്റെ പരാമർശം തള്ളി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രിന്റുവിന്റേത് പരാമർശത്തോടെ യോജിപ്പില്ല. വ്യക്തിപരമായ വൈരാഗ്യം പാർട്ടിയുടെ നിലപാടല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ. ഇടുക്കി ഉടുമ്പൻചോലയിൽ യുവാവിനെ കഴുത്തറുത്ത് കൊന്ന കേസിൽ പ്രതി നാഗരാജ് പിടിയിൽ. കൊല്ലപ്പെട്ട സോൾരാജിന്റെ സഹോദരി ഭർത്താവാണ് നാഗരാജ്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ്. ആസിഡ് ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ വിചാരണ കോടതികൾക്ക് ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി. ആസിഡ് ആക്രമണത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റവർക്ക് വിക്ടിം കോമ്പൻസേഷൻ പ്രകാരം നഷ്ടപരിഹാരം ഉറപ്പാക്കണം. ക്യാപ്സ്യൂൾ പൂർണ്ണമാവുകയാണ്.